السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ये दिन कादियान में ഈ ദിവസം കാദിയാനിലെ വാർഷിക ജൽസയുടെ ദിവസമാണ്. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് തആല കാദിയാനിലെ വാർഷിക ജൽസ തുടങ്ങുകയാണ്. അതുപോലെ ഇന്ന് ഓസ്ട്രേലിയയിലെ വാർഷിക ജൽസയും തുടങ്ങിയിട്ടുണ്ടാകും. അമേരിക്കയിലെ വെസ്റ്റ് കോസ്റ്റിന്റെ ജൽസയും തുടങ്ങാൻ പോവുകയാണ്. സമയത്തിന്റെ വ്യത്യാസം കൊണ്ടാണ് വൈകി തുടങ്ങുന്നത്. മറ്റു ചില രാജ്യങ്ങളിലും ഈ ദിവസങ്ങളിൽ ജൽസ നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ടാകും. അള്ളാഹു ഈ എല്ലാ ജൽസകളും അനുഗ്രഹീതപൂർണമാക്കട്ടെ. ദുഷ്പ്രകൃതക്കാരുടെ ദുശ്ചെയ്തികളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. കാദിയാൻ ജൽസ സാലാന പ്രത്യേകമായും ഇത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഗമന സ്ഥലമായതുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെയാണ് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം അദ്ദേഹം ജൽസ സാലാനയ്ക്ക് തുടക്കം കുറിച്ചത്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വ്യത്യസ്ത ഖുത്ബകളിലും മറ്റു പ്രഭാഷണങ്ങളിലും ജൽസ സാലാനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെക്കുറിച്ചും ജമാഅത്തിന്റെ തുടക്കത്തെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ആദ്യ കാലഘട്ടങ്ങളിലെ ജൽസ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ജൽസയെക്കുറിച്ച് വർണ്ണിച്ചതോടൊപ്പം അള്ളാഹുവിന്റെ ചില ഇൽഹാമുകളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അള്ളാഹു ചില ഇൽഹാമുകൾ ഈ ദിനങ്ങളിൽ പൂർത്തിയാക്കി കാണിക്കുന്നത്? ചില ഇൽഹാമുകൾ വരാൻ പോകുന്ന കാലഘട്ടത്തെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കൽ പുലർന്നതും ഇനി പുലരാനിരിക്കുന്നതുമായിരിക്കും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചില ഉദ്ധരണികൾ കേൾപ്പിക്കുന്നതാണ്. ആദ്യകാല ജലസകളിലൊന്നിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തന്റെ കുട്ടിക്കാലത്തെ വീക്ഷണവും ജമാഅത്തിന്റെ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നു. 1936 പറയുന്നത്. ഏകദേശം 40 വർഷം മുമ്പ് ഇപ്പോൾ മദ്രസ അഹമ്മദിയ കാദിയാനിലെ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് ഒരു പൊളിഞ്ഞു വീഴാറായ മതിലുണ്ടായിരുന്നു. മുഴുവൻ കാദിയാൻവാസികളെയും ചുറ്റിയിരുന്ന ഒരു മതിലുണ്ടായിരുന്നു.
പറയുന്നു, തന്റെ പൂർവികന്മാരുടെ കാലഘട്ടത്തിൽ കാദിയാന്റെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ മതിലാണ്. നല്ല വീതിയുള്ളതായിരുന്നു. ഒരു കാളവണ്ടിക്ക് അതിലൂടെ പോകാമായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അതിനെ പൊട്ടിച്ച് സ്ഥലം ലേലം ചെയ്തപ്പോൾ അതിൽ നിന്നൊരു തുണ്ട് അതിഥി മന്ദിരം ഉണ്ടാക്കുവാനായി മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വാങ്ങുകയുണ്ടായി. അത് നീളമുള്ള ഒരു സ്ഥലമായിരുന്നു. പറയുന്നു, അത് 1893, 94 95 കാലഘട്ടമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. ഏകദേശം ആ കാലഘട്ടമാണ്. ഇതേ ദിവസമാണ്, ഡിസംബറിന്റെ ദിവസം. ഇതേ കാലാവസ്ഥയും ഇതേ മാസവുമായിരുന്നു. ചില വ്യക്തികൾ അന്ന് അഹമ്മദികൾ എന്ന് പറയപ്പെട്ടിട്ടില്ല. കാരണം അന്ന് അഹമ്മദി എന്ന പേര് വച്ചിരുന്നില്ല. അഹമ്മദി എന്ന പേര് 1901 വെച്ചിട്ടുള്ളത്. അതിനു മുൻപ് അഹമ്മദികൾക്ക് പ്രത്യേക അടയാളം ഉണ്ടായിരുന്നില്ല. എന്നാൽ അഹമ്മദി എന്നറിയപ്പെട്ടിട്ടില്ലെങ്കിലും ഇതേ ലക്ഷ്യം വെച്ചുകൊണ്ടും കാദിയാനിൽ ഒരുമിച്ച് പറയുന്നു. മുഴുവൻ പ്രോഗ്രാമും അവിടെ തന്നെയാണോ നടന്നത്, അതോ ചില ഭാഗങ്ങൾ ആ സ്ഥലത്തും ചിലത് പള്ളിയിലുമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ആ സമയത്ത് 7-8 വയസ്സാണ് എന്റേത്, അഥവാ മുസ്ലിം റളിയല്ലാഹുവിന്റേത്. ആയതിനാൽ കൂടുതൽ വിശദമായി ഈ കാര്യം ഓർത്തുവെക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ഈ കൂട്ടായ്മയുടെ പ്രാധാന്യം എനിക്ക് അറിയുമായിരുന്നില്ല. അവിടെ കൂടിയിരുന്ന ആളുകൾക്കിടയിൽ ഓടിക്കളിച്ചിരുന്നതായി ഞാൻ ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചാളുകൾ കൂടിയിരിക്കുന്നു എന്നത് തന്നെ എന്നിൽ ആശ്ചര്യമുളവാക്കുന്ന കാര്യമായിരുന്നു. ആ മതിലിന് മുകളിൽ ഒരു വിരിപ്പ് വിരിച്ച് അതിൽ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്നിട്ടുണ്ടായിരുന്നു. ചുറ്റും ആളുകളുണ്ടായിരുന്നു. വാർഷിക ജലസയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയവരായിരുന്നു. പറയുന്നു, എന്റെ ഓർമ്മശക്തി തെറ്റാകാനും സാധ്യതയുണ്ട്, 2 വിരിപ്പാകാനും സാധ്യതയുണ്ട്. എന്നാൽ എന്റെ ഓർമ്മയനുസരിച്ച് ഒറ്റ വിരിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു വിരിപ്പിൽ കുറച്ചാളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. 150-200 ആളുകൾ, കുട്ടികളെയും കൂട്ടി 250 ആളുകൾ അടങ്ങുന്ന അവരുടെ ലിസ്റ്റ് ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. പറയുന്നു, അത് 1 വിരിപ്പാണോ 2 വിരിപ്പാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എത്രയായാലും ആ ജൽസഗാഹിന്റെ സ്റ്റേജിൽ ആയിരുന്നു അത് വിരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ജൽസയുടെ സ്റ്റേജ് ഒരുപാട് വലുതാണ് ഉണ്ടാകാറ്. പറയുന്നു, എന്തിനാണെന്ന് എനിക്ക് പറയാൻ കഴിയുകയില്ല. പക്ഷേ ആ വിരിപ്പ് 3 ഭാഗത്ത് സ്ഥലം മാറ്റി മാറ്റി വിരിച്ചിരുന്നു എന്നെനിക്കറിയാം. ആദ്യം ഒരു ഭാഗത്ത് വിരിച്ച്, പിന്നെ അവിടെ നിന്ന് മറ്റൊരു ഭാഗത്ത്, പിന്നെ വേറൊരു ഭാഗത്ത്. ആദ്യം ഒരു സ്ഥലത്ത് വിരിച്ച് കുറച്ചു നേരത്തിന് ശേഷം അവിടെ നിന്നും മാറ്റി കുറച്ചു ദൂരത്ത് വിരിച്ച്, കുറച്ചു നേരം കഴിഞ്ഞ് അവിടുന്ന് മാറ്റി വേറൊരു ഭാഗത്ത് വിരിച്ചു. 3ാമത്തെ പ്രാവശ്യം എടുത്ത് കുറച്ചുകൂടി ദൂരത്ത് വിരിച്ചു. പറയുന്നു, അവിടെ കൂടിയിരുന്നവർ വിരിപ്പ് വിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിരിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ആളുകൾ തടയുമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാരണമായിരുന്നോ എന്ന് എന്റെ ചെറു പ്രായമായതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുകയില്ല. എന്തായാലും 2-3 പ്രാവശ്യം ആ വിരിപ്പിന്റെ സ്ഥലം മാറ്റിയിരുന്നതായി ഞാൻ ഓർക്കുന്നു. ഇന്ന് ജൽസയുടെ ഉദ്ദേശത്തിനായി കാദിയാനിൽ പോയ ആളുകൾക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് അനുമാനിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ വിശാലമായ ഒരു ജൽസാഗഹ ലഭ്യമാണ്. അതിന് സുദൃഢമായ ചുറ്റുമതിലുകളാൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലും കൂടുതൽ സൗകര്യം ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 1936 ഹസരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞതിന് ശേഷം, വിഭജനത്തിന് ശേഷം വിശാലമായ സൗകര്യങ്ങൾ ഉണ്ടായി വന്നു. വിഭജനത്തിന് ശേഷം കാദിയാനിൽ വെറും ദാറുൽ മസീഹും ചുറ്റുമുള്ള ചില വീടുകൾ മാത്രം അഹമ്മദികൾ ഉൾക്കൊള്ളുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. 100-300 ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നു. ഉണ്ടായിരുന്ന കുറച്ച് അഹമ്മദികൾ അവർ നിർധരരായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കാദിയാനിൽ
വിശാലത ഉണ്ടാകുകയാണ്. ഇപ്പോൾ അവിടെ പോകുന്ന പുതിയ തലമുറകൾ, ആദ്യമായി പോകുന്നവർ, യുവാക്കൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നവർ ഈ വിശാലതയെയാണ് കാണുന്നത്. ചരിത്രത്താളുകളിൽ എത്തി നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹ വർഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് റബുവയിൽ താമസിക്കുന്നവരും ഈ ദിവസത്തിൽ ബേചൈനായിരിക്കും. അവസ്ഥകൾ എപ്പോഴും ഒരുപോലെയായിരിക്കുകയില്ല എന്ന് അവരും ഓർക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് തആല അവിടെയും അവസ്ഥകൾക്ക് മാറ്റം വരുന്നതാണ്, പ്രകാശപൂരിതമാകുന്നതാണ്. എന്നാൽ അവർക്ക്, റിബോയിൽ താമസിക്കുന്നവർക്ക്, പാകിസ്ഥാനിൽ താമസിക്കുന്നവർക്ക് ദുആയിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അള്ളാഹു പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലത പ്രകടമാക്കരുത്, ദുഃഖിക്കുകയുമരുത്. നീ തന്നെയാണ് വിജയിക്കുന്നവൻ. നീ സത്യവിശ്വാസിയാണെങ്കിൽ എന്ന നിബന്ധന വെച്ചു. വിശ്വാസത്തിലുള്ള വർധനവും ദുആയിൽ കൂടുതലായുള്ള ശ്രദ്ധ ചെലുത്തലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ആകർഷിച്ച് അവസ്ഥകൾ മാറ്റം വരുന്നു. ഇതിനെക്കുറിച്ച് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു കൂടുതൽ പറയുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾ ആരെയാണോ വീണ്ടും വീണ്ടും എഴുന്നേൽപ്പിച്ച് ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് മാറ്റുന്നത്, അഥവാ ഇസ്ലാം ലോകത്ത് തികച്ചും ദുർബലമായ അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു. ലോകത്ത് വെളിച്ചം വരുത്തുന്ന ഈ ഒരേ ഒരു പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആളുകൾ കഠിനമായി ശ്രമിക്കുന്നു. അഥവാ ഇസ്ലാമിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രകാശം, അന്ധകാരത്തിന്റെയും ഇരുട്ടിന്റെയും മക്കൾ ഇതിനെ മായ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയുന്നു, ഈ ഒരു അറബും 25-35 കോടി ജനസംഖ്യയുള്ള ലോകത്ത്, അഥവാ ആ കാലഘട്ടത്തിലെ ജനസംഖ്യയാണ്. 250 ആളുകൾ ഒരുമിച്ച് കൂടിയത്, അതിൽ മിക്ക ആളുകളും ദരിദ്രരായിരുന്നു. അതിൽ ചുരുക്കം ചിലർ മാത്രമാണ് ഇന്ത്യയുടെ അവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് ഇടത്തരം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അവർ ഒത്തുകൂടിയത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകയെ ഉയർത്തിപ്പിടിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ശത്രുക്കൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ പതാകയെ അവർ വീഴാൻ സമ്മതിക്കുകയില്ല, മറിച്ച് അതിനെ നേരെ വെക്കുന്നതാണ്. സ്വയം തങ്ങളെ സമർപ്പിക്കാൻ സന്നദ്ധരാണ്, എന്നാൽ പതാക താഴെ വരാൻ സമ്മതിക്കുകയില്ല. ഈ ഒരു അറബ് 25 കോടി ആളുകൾ അടങ്ങുന്ന സമുദ്രത്തിനോട് മത്സരിച്ച് 250 ആളുകൾ അവരുടെ ത്യാഗം സമർപ്പിക്കാനാണ് ആ സമയത്ത് വന്നത്, അഥവാ 1895 കാലഘട്ടത്തിൽ. അവരുടെ മുഖത്ത്, ബദർ മൈതാനത്തെ സ്വഹാബാക്കളുടെ മുഖത്ത് എഴുതിയത് തന്നെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ബദറിലെ സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ, യാ റസൂലുള്ളാഹ്, ഞങ്ങൾ ദുർബലരാണ്, ശത്രുക്കൾ ബലവാന്മാരാണ്. എന്നാൽ ഞങ്ങളുടെ മൃതശരീരങ്ങളിൽ ചവിട്ടിയല്ലാതെ ശത്രുക്കൾ അങ്ങയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അവർ മരണഭയമില്ലാത്തവരായിരുന്നു എന്ന് അവരുടെ മുഖം പറയുന്നുണ്ടായിരുന്നു. അവരുടെ ജീവൻ നൽകിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവിനും അങ്ങയുടെ ദീനിന്റെ സ്ഥാപനത്തിനുമായി ഒരു അവസാന പരിശ്രമം നടത്താൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരുന്നവരായിരുന്നു. കാണുന്നവർ അവരെ നോക്കി ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുമായിരുന്നു. ഇവർ എന്തു ചെയ്യാനാണ് എന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. പറയുന്നു, അതൊരു വിരിപ്പാണോ അതോ 2 വിരിപ്പാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എത്രയായാലും ജൽസാഗാഹിന്റെ സ്റ്റേജിൽ വിരിക്കാൻ മാത്രം പാകമുള്ളതായിരുന്നു ആ വിരിപ്പ്. ആ വിരിപ്പ് മുമ്പ് പറഞ്ഞതുപോലെ 3 സ്ഥലം മാറ്റി മാറ്റി വിരിച്ചത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പറയുന്നു, ഒരു സംഭവം വിവരിച്ചുകൊണ്ട്, ഹസരത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, മിസ്റിന്റെ ബസാറിൽ വിൽക്കപ്പെടുവാൻ യൂസുഫ്
അലൈഹിസ്സലാം വന്നപ്പോൾ ഒരു വൃദ്ധയും പഞ്ഞിയുടെ 2 ഗോളങ്ങൾ കൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാങ്ങുവാനായി വന്നിരുന്നു. ഭൗതികർ ഈ സംഭവം കേൾക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. ആത്മീയത ഉള്ള ആളുകൾ ഇത് കേൾക്കുകയും കരയുകയും ചെയ്യുന്നു. കാരണം അവരുടെ ഹൃദയങ്ങളിൽ ദ്രുതഗതിയിലുണ്ടാകുന്ന ആവേശം ഏതെങ്കിലും വസ്തുവിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഭാഗത്ത് മനുഷ്യൻ ഭൗതികയുടെ ചിരിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നു, യൂസുഫ് ഒരു മനുഷ്യനായിരുന്നു. ആ കാലം വരെ യൂസുഫിന്റെ കഴിവുകൾ പ്രകടമായിരുന്നില്ല. ചെറിയ പ്രായമായിരുന്നു. വളരെ ചുരുങ്ങിയ വിലക്ക് തന്റെ സ്വന്തം സഹോദരങ്ങൾ വിറ്റതായിരുന്നു. ഈ അവസ്ഥയിൽ ചിലപ്പോൾ പഞ്ഞിയുടെ 2 ഗോളങ്ങൾ ഉപയോഗിച്ച് തനിക്ക് യൂസുഫിനെ വാങ്ങാൻ കഴിയുമെന്ന് വൃദ്ധ ചിന്തിച്ചിരുന്നെങ്കിൽ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നു. പ്രത്യേകമായും ഏതൊരു രാജ്യത്തിൽ നിന്നാണോ ഈ യാത്രാ സംഘം എത്തിയിരുന്നത് അവിടെ പഞ്ഞി ഉണ്ടാകാറില്ല. അവർ മിസ്രിൽ നിന്നാണ് പഞ്ഞി കൊണ്ടുപോകാറുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ ആ സമയത്ത് പഞ്ഞിയുടെ വില വലുതായിരിക്കും എന്ന കാര്യം അനിഷേധ്യമാണ്. ആ വൃദ്ധ ഈ പഞ്ഞുഗോളങ്ങൾ കൊണ്ട് യൂസുഫിനെ വാങ്ങാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരിക്കാം. എന്നാൽ ഏതൊരു വില പറഞ്ഞുകൊണ്ടാണ് അവർ ഒന്നിച്ചിരുന്നത് അത് തീർച്ചയായും ഇതുപോലെ ചെറുതായിരുന്നു. അതായത് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ചുറ്റും അന്നിരുന്നിരുന്ന 250 ആളുകൾ ഏതൊരു വില എടുത്തുകൊണ്ടാണോ അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അത് തീർച്ചയായും ഇതുപോലെ തുച്ഛമായ വിലയായിരുന്നു. യൂസുഫിനെ വാങ്ങുന്ന സംഭവത്തിനേക്കാൾ കൂടുതൽ പ്രകടമാകുന്നത്, കൂടുതൽ വ്യക്തമായ ഉദാഹരണം ആ അനുരക്തിയുടേതാണ്. യഥാർത്ഥത്തിൽ ഇത് അനുരക്തിയാണ്. അത് മനുഷ്യബുദ്ധിയിൽ ഒരുതരം മറ സൃഷ്ടിക്കുന്നു. വൃദ്ധ വിചാരിച്ചിരുന്നത് ഇവിടെ ഈ വില മതിയാകുമെന്നതാണ്. എന്നാൽ ഇവിടെ മറ്റൊരു വിലയാണ് കാണുന്നത്, അനുരക്തിയുടെ വില. ഇത് ബുദ്ധിയിൽ മറ സൃഷ്ടിക്കുന്നു. പിന്നീട് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നു. ആ കൂടിയിരുന്ന 250 ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെട്ട വേദന അല്ലാഹുവിന്റെ മുമ്പിൽ അർത്ഥിച്ചു. അവരിൽ മിക്ക ആളുകളുടെയും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരായിരുന്നു. അവരിൽ കുറെ ആളുകൾ സ്വയം മാതാപിതാക്കൾ ആയിരുന്നു, അല്ലെങ്കിൽ മുത്തശ്ശന്മാരായിരുന്നു. എന്നാൽ ലോകം അവരെ നോക്കി ചിരിച്ചപ്പോൾ, ലോകം അവരെ കൈവെടിഞ്ഞപ്പോൾ, സ്വന്തക്കാരും അന്യരും അവരെ മാറ്റി നിർത്തിയപ്പോൾ, എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഭ്രാന്തന്മാരെ, നിങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരപ്പെടുക. അഥവാ അവർ അഹമ്മദിയത്ത് സ്വീകരിച്ചപ്പോൾ അവർ വലിയവരായിരുന്നിട്ടും പിതാവായിരുന്നിട്ടും മുത്തശ്ശനായിരുന്നിട്ടും മക്കളായിരുന്നിട്ടും ആളുകൾ അവരെ വീട്ടിൽ നിന്നും ഞങ്ങളിൽ നിന്നും ദൂരപ്പെടുക എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. അപ്പോൾ അവർ വലിയവരായിരുന്നിട്ടും യത്തീമായി. കാരണം യത്തീം എന്ന് പറയുന്നത് അനന്തരാവകാശികൾ ഇല്ലാത്തവരെയാണ്, അതുപോലെ സഹായകരില്ലാത്തവരെയാണ്. ചുരുക്കത്തിൽ ലോകം അവരെ കൈവെടിഞ്ഞപ്പോൾ യത്തീമുകളായി മാറി. യത്തീമിന്റെ വേദന അർശിനെ പിടിച്ചു കുലുക്കുന്നതാണ് എന്ന അല്ലാഹുവിന്റെ വാഗ്ദാനമനുസരിച്ച് അവർ ഖാദിയാനിൽ ഒരുമിച്ച് എല്ലാ യത്തീമുകളും കൂടി അവരുടെ വേദന തന്റെ നാഥന്റെ മുന്നിൽ സമർപ്പിച്ചതിന്റെ ഫലമായി ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, അഥവാ ആ സമയത്ത് ജൽസയിൽ പങ്കെടുത്ത വിശാലമായ മൈതാനത്തുള്ള ആളുകൾ. ആ സമയത്ത് ഹദരത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിലിരുന്ന ആയിരങ്ങളോട് പറഞ്ഞു, ആ 250 ആളുകളുടെ ഹൃദയവേദനയിൽ നിന്നെടുത്ത ദുആയുടെ ഫലമാണ് നിങ്ങൾ കാണുന്നത്. അഥവാ നിങ്ങൾ ഈ മൈതാനത്തിപ്പോൾ ഇരിക്കുന്നത് ആ 250 ആളുകളുടെ ദുആയുടെ ഫലമാണ്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഖാദിയാനിലെ ജൽസാഗ വിശാലമായിട്ടുണ്ട്. ഞാൻ ജൽസയിൽ പങ്കെടുക്കുന്ന സ്ത്രീ പുരുഷന്മാരോടായി പറയുകയാണ്, എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വിശാലമായ മൈതാനം. ആ കാലഘട്ടത്തിൽ ഒരു ഭാഷയിലാണ്
മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചിരുന്നത്. ഇപ്പോൾ ഒന്നിനു പകരം പല ഭാഷകളിൽ ശബ്ദങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഖുത്ബ ഇരുന്ന് കേൾക്കുന്നു. 7-8 ഭാഷകളിൽ ഖുത്ബയുടെ തർജുമയും എത്തുന്നു. അവിടെ ഇപ്പോൾ വ്യത്യസ്ത സമുദായക്കാർ ഇരിക്കുന്നുണ്ട്. തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട പാകിസ്ഥാനികളും ഇരിക്കുന്നുണ്ട്. അവർ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ 200 ആളുകളിൽ ഉണ്ടായിരുന്ന വിശ്വാസവും ആ വിനയവും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അള്ളാഹുമായി ബന്ധമുണ്ടാക്കിയെടുക്കുക, ഒരു ആവേശമുണ്ടാക്കിയെടുക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, ഓസ്ട്രേലിയയിൽ ജലസ നടക്കുകയാണ്, അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് ജലസ നടക്കുകയാണ്. എല്ലാ ഭാഗത്തും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അധ്യാപനം ലോകത്തെത്തിക്കുകയും അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ഉന്നതി പ്രാപിക്കണമെന്ന നെയ്യത്തിലാണ് ജൽസയിൽ പങ്കെടുക്കുന്നതെങ്കിൽ, ഏതുപോലെ ആ 250 ആളുകൾ 250 വിത്ത് ആയി മാറിയതുപോലെ, അതിൽ നിന്നും കായ്ക്കുന്ന മരങ്ങൾ ഉണ്ടാകുന്നതുപോലെ, കാദിയാന്റെ വ്യാപ്തിയും മൈതാനവും ആ പൂർവികന്മാരുടെ മക്കളും അമേരിക്കയിലെ ജമാഅത്തും അതിന്റെ വ്യാപ്തിയും ഓസ്ട്രേലിയയിലെ ജമാഅത്തും അതിന്റെ വ്യാപ്തിയും അതിന്റെ കാഴ്ച നാം കാണുന്നു. ഓസ്ട്രേലിയയിലും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ പുതിയ പുതിയ സ്ഥലങ്ങൾ വാങ്ങുന്നുണ്ട്. അതിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കണമെങ്കിൽ തങ്ങളുടെ ആത്മീയാവസ്ഥയിൽ ഉന്നതി പ്രാപിച്ചുകൊണ്ടായിരിക്കണം. മറിച്ചാണെങ്കിൽ വെറും ജലസയിൽ പങ്കെടുക്കുക മതിയായതല്ല. ഒരുപക്ഷെ ഈ 250 വിത്തുകൾ അതിന്റെ ഫലം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ പ്രവൃത്തിയിൽ ഉന്നതി പ്രാപിക്കാൻ, വിശ്വാസത്തിൽ ഉന്നതി പ്രാപിക്കുക. പിന്നെ നമ്മുടെ വിജയമാണ് എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ലോക ജനസംഖ്യ അന്ന് 1 അറബും കുറച്ചു കോടിയുമാണെങ്കിൽ ഇന്ന് 7 അറബിൽ കൂടുതലാണ്. 7 അറബ് 30 കോടി എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ എണ്ണം ഇപ്പോഴും ലോക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലും സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലും വളരെ തുച്ഛമാണ്. എന്നാൽ നമ്മുടെ പൂർവികന്മാർ ചെയ്ത അതേ പ്രവൃത്തിയാണ് നമ്മളും ചെയ്യേണ്ടത്. എല്ലാ അഹമ്മദികളും ഈ കാര്യം തന്റെ മുന്നിൽ വെക്കേണ്ടതാണ്. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാണ്, അത് നാം സ്വായത്തമാക്കേണ്ടതാണ്. കാദിയാൻ ജൽസയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളും ഈ ദിനങ്ങളിൽ കൂടുതലായി ദുആ ചെയ്യണമെന്ന് ഓർക്കുക. മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇത്തരത്തിലുള്ള അടയാളങ്ങൾ ആയിരക്കണക്കിനാണെന്നും തന്റെ സൗന്ദര്യം പ്രകടമാകുന്ന അടയാളങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു ഇൽഹാമിനെ കുറിച്ച് പറയുന്നു. യാതീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വ യാതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അഥവാ വിദൂരങ്ങളിൽ നിന്നും നിന്റെ അടുത്തേക്ക് ആളുകൾ എത്തുന്നതാണ്, വിദൂരങ്ങളിൽ നിന്നും നിനക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നതാണ്, അതിഥി സൽക്കാരം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എത്തുന്നതാണ്. എത്രത്തോളം ആളുകൾ എത്തുമെന്ന് വെച്ചാൽ അവർ വരുന്ന മാർഗങ്ങൾക്ക് തേയ്മാനം സംഭവിക്കുന്നതാണ്. പറയുന്നു, ഈ അടയാളം ഒരു മഹത്തരമായ ഒന്നാണ്. ഈ മഹത്തരമായ ദൃഷ്ടാന്തത്തെക്കുറിച്ച് അള്ളാഹു ഏത് സമയത്താണ് അറിയിപ്പ് നൽകുന്നത്? ആ അവസ്ഥയെ കണ്ട വ്യക്തികൾ ഇപ്പോഴും നിലവിലുണ്ട്. ഈ ഇൽഹാം ഉണ്ടായപ്പോൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് കണ്ടവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എന്നാൽ ആ കാഴ്ച ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോൾ മദ്രസയുള്ള ഭാഗത്ത് ഒരു ഓടയായിരുന്നു, ചളിയുടെ കൂമ്പാരമായിരുന്നു. മദ്രസയുടെ ആ ഭാഗത്ത് ആളുകൾ പകൽ പോകുമായിരുന്നില്ല, കാരണം അത് ബാധയുള്ള സ്ഥലമാണ്.
ഒന്നാമത് അവിടെ ആരും പോയിരുന്നില്ല. ഇനി പോവുകയായിരുന്നെങ്കിൽ തന്നെ ഒറ്റക്കാരും പോകുമായിരുന്നില്ല. മറിച്ച് 2-3 ആളുകൾ ഒരുമിച്ചാണ് പോകാറുണ്ടായിരുന്നത്. കാരണം ഇവിടെ പോകുന്നത് കൊണ്ട് ജിന്ന് കയറുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്തായാലും ഇത് വിജനമായ സ്ഥലമായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ചാണ് ആളുകൾക്ക് ഇപ്രകാരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അഥവാ അവിടെ പോകുന്നത് കൊണ്ട് ജിന്ന് കയറുമെന്ന് പറയുന്നു. എനിക്ക് അനുഭവമില്ലാത്തതാണ്. പക്ഷെ പല ആളുകളും വിവരിക്കാറുണ്ട്. ഖാദിയാന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 2-3 രൂപയുടെ ആട്ട പോലും അന്ന് ലഭ്യമായിരുന്നില്ല. ഒരു ഗ്രാമമായിരുന്നു. സ്വന്തം ആവശ്യങ്ങൾക്കായി ഗോതമ്പ് പൊടിപ്പിക്കാറാണുണ്ടായിരുന്നത്. പറയുന്നു, ഞാൻ വ്യക്തമായും ഓർക്കുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമായി വരുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതെങ്കിലും വ്യക്തിയെ ലാഹോർ അല്ലെങ്കിൽ അമൃത്സർ പറഞ്ഞയച്ച് സാധനം വരുത്തിക്കുമായിരുന്നു. ആളുകൾ ആരും ഇവിടെ വരുമായിരുന്നില്ല. കല്യാണത്തിന് ആരെങ്കിലും വന്നാൽ വന്നു, എന്നാൽ സാധാരണയായി ആരും വരുമായിരുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെയും കൂടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരിക്കൽ മഴക്കാലമായിരുന്നു. ചെറിയ കുഴിയിൽ വെള്ളമുണ്ടായിരുന്നു. എനിക്ക് ചാടിക്കിടക്കാൻ പറ്റാതായപ്പോൾ എന്നെ എടുത്തുകൊണ്ട് മുന്നിലേക്കാക്കി. ചിലപ്പോൾ ഷെയ്ഖ് ഹാമിദ് അലി സാഹിബ്, മറ്റു ചിലപ്പോൾ സ്വയം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ എടുക്കുമായിരുന്നു. ആ സമയത്ത് ഒരു അതിഥിയും ഉണ്ടായിരുന്നില്ല, ഈ ഭവനവും ഉണ്ടായിരുന്നില്ല, ഒരു വിജയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതും വിജയത്തിന്റെ കാലഘട്ടമായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ഹാഫിസ് ഹാമിദ് അലി സാഹിബ് വന്നിരുന്നു. അതിനു മുമ്പ് ഖാദിയാനിൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു വ്യക്തിയും അറിയുമായിരുന്നില്ല. അള്ളാഹു വാഗ്ദാനം നൽകി, നിന്റെ അടുക്കലേക്ക് ദൂരങ്ങളിൽ നിന്ന് ആളുകൾ എത്തും, മാത്രമല്ല ദൂരങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ കൊണ്ടുവരും. ആ കാലഘട്ടത്തിന്റെ അവസ്ഥ കണക്കിലെടുത്ത് അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ ഈ വാക്കിൽ വിവരിക്കാവുന്നതാണ്. ഗ്രാമവാസികളിൽ പോലും അറിയപ്പെടാത്ത ആ വ്യക്തി, മറ്റു പട്ടണങ്ങളിൽ വസിക്കുന്നവരാലും അറിയപ്പെടാത്ത വ്യക്തി, മിർസ ഗുലാം ഖാദിർ സാഹിബ് തന്റെ പിതാവിന്റെ ഏകപുത്രനാണെന്ന് മാത്രമാണെന്ന് ആളുകൾ വിചാരിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, ഞാൻ നിനക്ക് അഥവാ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലി ഇസ്ലാമിന് നിന്നെപ്പോലുള്ള വ്യക്തിക്ക് ആദരവ് നൽകുന്നതാണ്, ലോകത്ത് പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. ആദരവ് നിന്റെ അടുത്ത് സ്വയം വരുന്നു. ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, ഞാൻ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് സ്വന്തം കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരുപക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാഫിറും റഹ്മത്താണ്. ഒരുപക്ഷെ അബൂജഹൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഖുർആൻ എങ്ങനെ ഇറങ്ങുന്നു? എല്ലാവരും ഹദരത്ത് അബൂബക്കർ ആയിരുന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഇറങ്ങുകയുള്ളൂ. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അള്ളാഹുവിന്റേതായ ആളുകൾക്ക് എല്ലാത്തിലും നന്മകൾ കാണാൻ കഴിയുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശത്രുത ഉണ്ടായിരുന്നപ്പോഴും ഇനി ആദരവ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുമെന്നും അങ്ങേക്ക് കാണുന്നുണ്ടായിരുന്നു. ഇന്നും ഖാദിയാനിന്റെ കാഴ്ച നാം കാണുമ്പോൾ ലോകത്തിന്റെ 20-25 രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പുതിയ പുതിയ ബിൽഡിംഗുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജൽസ സലാനയുടെ അതിഥി സൽക്കാരത്തിനെ കുറിച്ച് ഒരു ഇൽഹാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഓർക്കുന്നു, ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവസാന ജൽസയിൽ ടോട്ടൽ 700 ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓരോ വിഭാഗത്തിലും പല പല ആയിരങ്ങളാണ് ഇരിക്കുന്നത്. എന്നാൽ ആ സമയത്ത് മൊത്തം 700 ആളുകളാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവസാന വർഷമായിരുന്നു. ആകെ 700 ആളുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരുക്കിയ സൗകര്യം ശരിയായിരുന്നില്ല. രാത്രി 3 മണിവരെ ചിലർക്ക് ഭക്ഷണം ലഭിച്ചില്ല. അപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇൽഹാമുണ്ടായി, യാ അയ്യുഹൻ നബിയു അത്തിമുൽ ജായ വൽ മുഅ്തർ, അല്ലയോ നബി, വിശക്കുന്നവർക്കും വിഷമിക്കുന്നവർക്കും ഭക്ഷണം കഴിപ്പിക്കുക. രാവിലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതിഥികൾ 3 മണിവരെ ലങ്കർഖാനയുടെ അടുക്കൽ കാത്തുനിന്ന് എന്നിട്ടും ഭക്ഷണം ലഭിച്ചില്ല. അപ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കുക, അവരെ കഴിപ്പിക്കുക. നോക്കുക, 700 ആളുകളുടെ ഈ അവസ്ഥയായിരുന്നു. എന്നാൽ ഈ 700 ആളുകൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നടക്കാൻ പോകുമ്പോൾ കൂടെ ഉണ്ടാകുമായിരുന്നു. നല്ല തിരക്കായിരുന്നു.
വന്നിരുന്നവർ ഇതിനു മുമ്പ് ഇത്തരം കാഴ്ചകൾ കണ്ടിരുന്നില്ല. പുറമെ 200 ആളുകൾ പോലും ഒരാളുടെ കൂടെ പോകുന്നത് കണ്ടിട്ടില്ല. സമ്മേളനങ്ങളിൽ ഉണ്ടാകാറുണ്ട്, എന്നാൽ ആത്മീയ മേളകളിൽ പോകാറില്ല. പറയുന്നു, അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ആശ്ചര്യപരമായിരുന്നു. പരസ്പരം ഉന്തും തള്ളും ഉണ്ടായിരുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം 1-2 അടി നടക്കുമ്പോഴേക്കും തിരക്കിൽപ്പെട്ട് ഷൂ അഴിഞ്ഞു പോകുമായിരുന്നു. നല്ല തിരക്കായിരുന്നു. പിന്നെ ഏതെങ്കിലും അഹമ്മദി അവരെ തടഞ്ഞു നിർത്തി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിൽ ഷൂ ഇട്ടുകൊടുക്കുമായിരുന്നു. വീണ്ടും നടക്കുമ്പോൾ വീണ്ടും അഴിയുകയും വീണ്ടും ഇത് ഇട്ടുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് നടക്കാൻ പോകുമ്പോൾ ഈ അവസ്ഥയായിരുന്നു. ആളുകൾ കൂടെ ഉണ്ടാകുമായിരുന്നു. ഒരു മുഖ്ലിസും അഹമ്മദിയുമായ ഉത്തരവാദിത്തപ്പെട്ട ഒരു സുഹൃത്ത് തന്റെ മറ്റൊരു അഹമ്മദിയായ ഉത്തരവാദിത്തപ്പെട്ട സുഹൃത്തിനോട് പറഞ്ഞു, നീ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി മുലാഖാത്ത് ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, ഇവിടെ മുലാഖാത്ത് ചെയ്യാനുള്ള അവസരമില്ല, ഇവിടെ അടുത്തുപോലും പോകാൻ സമ്മതിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, നിനക്ക് ഈ അവസരം ഇനി എപ്പോൾ കിട്ടാനാണ്? നിന്റെ ശരീരം തുണ്ടം തുണ്ടമായാലും ശരി, നീ ആളുകളുടെ ഇടയിലൂടെ ചെല്ലൂ, അദ്ദേഹത്തിന് കൈ കൊടുത്തു വരൂ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ കാണുന്നത് ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഒരു സമയത്ത് 700 പേരുടെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം സ്വന്തമായി അതിനുള്ള സംവിധാനം ചെയ്തു. കൈ കൊടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. അങ്ങനെയായിരുന്നു കരുതിയിരുന്നത്. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനുള്ള ദൈവസഹായം നമുക്ക് കാണാൻ സാധിക്കും. വിവിധ രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾ കാദിയാനിൽ സമ്മേളിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടാനുസരണം ഭക്ഷണവും തയ്യാറാവുന്നുണ്ട്, അതിഥി സൽക്കാരവും നടക്കുന്നുണ്ട്. ഇതര രാജ്യങ്ങളിലുള്ള ജലസകളിലും ഇതുപോലെ തന്നെ നടക്കുന്നു. ജലസയുടെ സമയത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം ഇങ്ങനെയും പറയുകയുണ്ടായി, ഇപ്പോൾ ജമാഅത്ത് വളരെയധികം വിപുലമായിരിക്കുകയാണ്. നമ്മുടെ ജോലി അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന്റെ ജീവിതത്തിലെ അവസാനത്തെ ജൽസ സാലാന എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. ഹദ്റത്ത് മസീഹ് ഇസ്ലാം അപ്പോൾ ആവർത്തിച്ചു പറയുമായിരുന്നു, അള്ളാഹു നമ്മെ ഏതൊരു കാര്യത്തിനായാണോ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് അത് പൂർത്തിയായി. ഇപ്പോൾ ജമാഅത്ത് വലുതായി, ഒരുപാട് പേർ വിശ്വാസികളായി. നാം കരുതുന്നത് ഈ ലോകത്ത് നാം ആഗതനായതിന്റെ ലക്ഷ്യം പൂർത്തിയായി എന്നാണ്. നോക്കുക, അന്ന് അത്രയും ആളുകൾ ഉള്ളതിനെ തന്നെ വലിയ ആൾക്കൂട്ടം എന്നായിരുന്നു ഗണിച്ചിരുന്നത്. ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന് ഏകദേശം അത്ര ആളുകൾ തന്നെ ലാഹോർ പട്ടണത്തിലെ നമ്മുടെ ജുമാക്ക് പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പള്ളികളിൽ ജുമാക്കായി വരുന്നു. ഇവിടെ ലണ്ടനിലും ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ സഹായ സഹകരണങ്ങളുടെ ഒരു മഹത്തായ അടയാളമാണ്. അവന്റെ സഹായം ലഭിക്കുന്ന ജമാത്തുകളാണ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്. പിന്നീട് ശത്രുക്കളുടെ കണ്ണിൽ അത് കരടായി മാറുകയും ചെയ്യുന്നു. ശത്രുക്കൾ ശത്രുതയിൽ മുന്നേറുന്നു, അസൂയയിൽ അതിര് കടക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വിധി നടപ്പിൽ വരാതെ ഇരിക്കുന്നില്ല. ശത്രുക്കൾ അസൂയയോടെ കണ്ണുവെച്ചാലും അള്ളാഹു അവന്റെ ജമാത്തിനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ അത് പുരോഗതി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യം നമ്മെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിലും ഒപ്പം തന്നെ നമ്മെ നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും ഉണർത്തുന്നുണ്ട്. നാം എന്തിനു വേണ്ടിയായിരുന്നു ഹദ്റത്ത് മസീഹ് ഇസ്ലാമിന് ബൈഅത്ത് ചെയ്തിട്ടുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് നമ്മെ ശ്രദ്ധ തിരിക്കുന്നു. നോക്കുക, ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല, ഇന്ന് 200-ലധികം രാജ്യങ്ങളിലും ജമാഅത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ്. അസൂയാലുക്കളും വർദ്ധിച്ചു വരുന്നുണ്ട്.
മുമ്പ് ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമായിരുന്നു ശത്രുതയുണ്ടായിരുന്നത്. ഇന്തോനേഷ്യയിലെ ശത്രുതയെക്കുറിച്ചും നാം കേട്ടിരിക്കുന്നു. 2 ദിവസം മുമ്പ് കിർഗിസ്ഥാനിലും നമ്മുടെ ഒരു പ്രാദേശിക അഹമ്മദിയെ ഷഹീദാക്കുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇൻഷാ അല്ലാ ഇന്ന് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ചു നാൾ മുമ്പ് ബംഗ്ലാദേശിൽ നമ്മുടെ ജുമ നടക്കുകയായിരുന്നു. അവിടെ ഒരു പട്ടണത്തിൽ ജുമ നടക്കുകയായിരുന്നു. ജുമയുടെ സമയത്ത് നമ്മുടെ പള്ളിയിലും ഒരു സ്ഫോടനമുണ്ടായി. ചാവേറാണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് അഹമ്മദികൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തായാലും അല്ലാഹു തആല പരിക്കേറ്റവരെ സുരക്ഷിതരാക്കട്ടെ, ജീവഹാനിയൊന്നും ഇല്ലാതിരിക്കട്ടെ. പെട്ടെന്ന് ഇവർക്ക് എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. എന്തായാലും ഈ അസൂയയും വിരോധവും അഹമ്മദീയത്തിന്റെ പുരോഗതി കാണുമ്പോൾ വർദ്ധിച്ചുകൊണ്ടേ വരുന്നുണ്ട്. ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വർദ്ധിക്കുക തന്നെ ചെയ്യും. എന്നാൽ അള്ളാഹുവിന്റെ വിധിയും തീരുമാനവും അതിജയിക്കുന്നതാണ് ഇൻഷാ അല്ലാഹു തആല. ജമാഅത്ത് പുരോഗതി കൈവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ നാനാർത്ഥമുള്ള ഒരു ഇൽഹാമുണ്ട്. നാം അതിന് പ്രത്യേക അർത്ഥം നൽകാറില്ല. അതെപ്പോൾ എങ്ങനെ സംഭവിക്കുമെന്നും നമുക്ക് പറയാനാകില്ല. ആ ഇൽഹാം ഇതാണ്: ലങ്കർ ഉഠാദോ. ഹദരത്ത് മുസ്ലിമോദ് റളിയല്ലാഹു പറയുന്നു, ലങ്കർ എന്നതുകൊണ്ട് കപ്പലിനെ നിർത്താനിടുന്ന നങ്കൂരം എന്ന അർത്ഥം നൽകിയാൽ അതിന്റെ അർത്ഥം ഇതാകും: പുറത്തേക്ക് പോയി അള്ളാഹുവിന്റെ സന്ദേശത്തെ എല്ലായിടത്തും എത്തിക്കുക എന്നാകും. എന്നാൽ ലങ്കർ എന്നതുകൊണ്ട് ബാഹ്യമായ ലങ്കർ ഖാനയാണ് ഉദ്ദേശമെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്രകാരം വരും: അതിഥികൾ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. ലങ്കറിലുള്ള സംവിധാനം ഇനി ചെയ്യാനാകാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ലങ്കർ എടുത്തു കളയുക. ആളുകളോട് പറയുക, നിങ്ങളുടെ താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ഏർപ്പാട് സ്വന്തം ചെയ്യുക. ഈ 2 അർത്ഥങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഉറപ്പിക്കാനാവില്ല. അതിന്റെ സമയവും നിശ്ചയിക്കാനാവില്ല. എപ്പോഴാണിത് സംഭവിക്കുക എന്നും അറിയില്ല. എന്തായാലും അതിഥികളെ പാർപ്പിക്കാൻ നമുക്ക് ശേഷിയുള്ളതുവരെ നമുക്കുള്ള നിർദ്ദേശം ഇതാണ്: വസി മക്കാനക്ക, നിങ്ങൾ നിങ്ങളുടെ കെട്ടിടങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിഥികൾക്കായി സ്ഥലം ഒഴിഞ്ഞുവെക്കുക. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം കാദ്യാനിലും അതുപോലെ സാധ്യമാകുന്ന ജമാത്തുകളിലും താൽക്കാലികവും സ്ഥിരവുമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ഇൽഹാം വസി മക്കാനക്കയുടെ അടിസ്ഥാനത്തിൽ കാദിയാനിൽ കെട്ടിടങ്ങൾ വർദ്ധിക്കുന്നു. പുതിയ പുതിയ ഗസ്റ്റ് ഹൗസുകൾ നിർമ്മിക്കുന്നു. അതിഥികൾക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. എന്തായാലും വീട്ടിലെ സൗകര്യം കിട്ടുകയില്ല. ആയതിനാൽ അതിഥികളും ശ്രദ്ധിക്കുക. ലഭ്യമായിരിക്കുന്ന സൗകര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ജലസയുടെ യഥാർത്ഥ ഉദ്ദേശത്തെ പൂർത്തിയാക്കുക. അതിഥി സൽക്കാരത്തെയും താമസ സൗകര്യത്തെയും കുറിച്ച് ശ്രദ്ധിക്കാതിരിക്കുക. ഹജറത്ത് മസീഹ് ഇസ്ലാമിന്റെ മറ്റൊരു ഇൽഹാമിനെയും ആഗ്രഹത്തെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹജറത്ത് മുസ്ലിമോദ് റളിയല്ലാഹു പറയുന്നു, ഹജറത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി: ജലസയിൽ വരാൻ പറ്റുന്ന ജമാഅത്തിലെ എല്ലാ സ്നേഹിതരും എത്തുക, അള്ളാഹുവിന്റെ സ്മരണയെ കേൾക്കാനും കേൾപ്പിക്കാനുമുള്ള സംവിധാനത്തിൽ പങ്കെടുക്കുക. ഈ ദിവസങ്ങളിൽ അതിനുള്ള സംവിധാനമുണ്ട്. പറയുന്നു, നമ്മുടെ രാജ്യത്ത് യൂറോപ്പിലുള്ളതുപോലെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ല. ഇന്ത്യക്ക് പുറമേയും ഒരുപാട് രാജ്യങ്ങളിൽ സൗകര്യങ്ങൾ കുറവുള്ളതായിട്ടുണ്ട്. ഉദാഹരണത്തിന് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, അതുപോലെ ഇന്ത്യക്ക് ചുറ്റുമുള്ള ദ്വീപുകൾ എന്നിവ. അതുപോലെ നമ്മുടെ ജമാഅത്തിൽ ധനികരായ ആളുകൾ ഇതുവരെ ചേർന്നിട്ടില്ല. അക്കാലത്തെ അവസ്ഥയെയാണ് പറയുന്നത്. ഇന്ന് വളരെ വലിയ ധനികരൊന്നും ജമാഅത്തിൽ ഇല്ലെങ്കിലും എന്തായാലും നല്ലവരായ ധനികർ ജമാഅത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൂരരാജ്യങ്ങളിൽ നിന്നുമുള്ള യാത്രകൾ, വിമാന സർവീസുകൾ വളരെ എളുപ്പമായിരിക്കുന്നത് കൊണ്ട് ജൽസ സാലാനക്കായി കാദിയാനിലെത്താൻ കഴിയുന്നതാണ്. എന്നാൽ അത്തരം ആളുകൾ നമ്മുടെ ജമാഅത്തിൽ ചേർന്നാൽ, ഹദരത്ത് മുസ്ലിമോദ് റളിയല്ലാഹു അപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്, യാത്രാ സൗകര്യങ്ങൾ ലഭ്യമായുള്ള ദൂര രാജ്യങ്ങളിലുള്ളവർക്ക് എത്തിച്ചേരാൻ എളുപ്പമായന്. എന്നാൽ അത്തരക്കാർ ജമാഅത്തിൽ നന്നേ കുറവാണ്.
സാമ്പത്തികമാണ് പ്രശ്നം, ഇല്ലെന്നും തന്നെ പറയാം. ഇന്ന് നമ്മൾക്ക് കാണാനാകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കാദിയാനിലെത്തുന്നു. പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ ഒരു വലിയ ഭാഗം ഇന്ന് ഇന്ത്യയിലാണ്. അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചായിരുന്നു. അതിലും ജൽസ സാലാനക്കായി കാദിയാനിൽ എത്തുവാൻ കഴിയുന്നത് അധികവും പുരുഷന്മാർക്കാണ്. അദ്ദേഹം പറയുന്നു, ലോകത്ത് ഒരുപാട് പേരുണ്ട്. പുരോഗതി കിട്ടിത്തുടങ്ങുമ്പോൾ അവർ അലസരാകുന്നു. നല്ലവണ്ണം ചിന്തിക്കേണ്ട സംഗതി ഇതാണ്. അവർ കരുതുന്നു ഇപ്പോൾ ജമാഅത്ത് വളരെ അഭിവൃദ്ധിപ്പെട്ടു എന്നാണ്. അത്തരക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ജൽസ സാലാനക്കായി കാദിയാനിൽ എത്താൻ സാധിക്കുന്നവർ ആരെങ്കിലും ഇവിടെ എത്തുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ സ്വാധീനം അയാളുടെ അയൽവാസികളിലും മക്കളിലും തീർച്ചയായും ഉണ്ടാകും. ഞാൻ കണ്ടിട്ടുണ്ട്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ജലസക്ക് വരികയും കുടുംബത്തെ കൂടെ കൊണ്ടുവരികയും ചെയ്യുന്നവർ അവരുടെ മക്കളിൽ അഹമ്മദിയത്ത് നിലനിൽക്കുന്നു. അവർക്ക് അഹമ്മദിയത്തിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് അറിവില്ലെങ്കിൽ കൂടി അവർ ഇപ്രകാരം പറയുന്നു, ഉപ്പ ഞങ്ങളെ കാദിയാനിലേക്ക് ടൂർ കൊണ്ടുപോകൂ. ഇപ്രകാരം ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സുകളിൽ അഹമ്മദിയത്ത് ഇടം പിടിക്കുന്നു. പിന്നീട് വലുതായാൽ അവർ അഹമ്മദിയത്തിന്റെ മഹത്തായ മാതൃക അവതരിപ്പിക്കാൻ യോഗ്യരായിത്തീരുന്നു. കുട്ടികളുടെ ബുദ്ധിയെയും ജൽസ സാലാന നന്നായി സ്വാധീനിക്കുന്നുണ്ട്. കുട്ടികൾ പൊതുവെ അസാധാരണ വസ്തുക്കളിലും ആൾക്കൂട്ടങ്ങളിലും ആകർഷകരാകുന്നവരാണ്. ജൽസ സാലാനയിൽ വന്നാൽ അവർ മതസമ്മേളനം കാണുക മാത്രമല്ല, അവരുടെ പ്രകൃതത്തിലുള്ള പുതുമയോടുള്ള ഇഷ്ടവും നിറവേറുന്നു. ഈ സമ്മേളനം അവർക്ക് ഹൃദയാവർജകവും ഓർമ്മയുമായി മാറുന്നു. കാദിയാനിൽ പോകാനാകുന്നവർ സാമ്പത്തികം അനുവദിച്ചാൽ പോകേണ്ടതാണ്. എന്നാൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന ജലസയിൽ എന്തായാലും പങ്കെടുക്കേണ്ടതാണ്. പറയുന്നു, അങ്ങനെ ജലസയിൽ വരുന്ന പിതാവ് തന്റെ കുട്ടിയിലും ഇവിടെ വരാനുള്ള പ്രേരണയുണ്ടാക്കുന്നു. ജലസക്ക് പോകാനുള്ള കുട്ടിയുടെ വാശി അങ്ങനെ കുട്ടിയെ ജലസക്ക് കൊണ്ടുവരാനുള്ള പ്രേരണയാകുന്നു. പിന്നീട് രണ്ടാം ചുവടുവെപ്പ് ഉണ്ടാകുന്നു. അതിനെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ഈ ദിവസങ്ങളിൽ കാദിയാൻ വരുന്നതിന് ഏതെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്ന കാരണങ്ങളുടെ പേരിൽ ഇല്ലാതാക്കിയാൽ അതൊരു ആജ്ഞാലംഘനം മാത്രമല്ല, തങ്ങളുടെ മക്കളോടുകൂടി ചെയ്യുന്ന അക്രമമാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കൽപ്പനയാണ് ജലസ നടത്തുകയെന്ന്. അത് മാത്രമല്ല അവർ ലംഘിക്കുന്നത്, മറിച്ച് തങ്ങളുടെ കുട്ടികളോടും കൂടി അതിക്രമം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ അഹമ്മദികൾ പ്രത്യേകിച്ച് കാദിയാനിൽ വരാൻ ശ്രമിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ നമ്മുടെ ജമാഅത്തിൽ ധനികർ ചേർന്നിട്ടില്ല. ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് വേഗത്തിൽ പോകാനുള്ള ഗതാഗത സൗകര്യങ്ങൾക്കായി ഉണ്ടാകാനുള്ള ചെലവ് വിദേശത്തുള്ള അഹമ്മദികൾക്ക് വഹിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഏതെങ്കിലും കാലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വലിയ വലിയ ധനികർ നമ്മുടെ ജമാഅത്തിൽ ചേർന്നാൽ, അല്ലെങ്കിൽ യാത്രാ ചെലവുകളിൽ അല്പം കുറവ് വന്നാൽ, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായാൽ ലോകത്തിലെ എല്ലാ കോണുകളിൽ നിന്നും ആളുകൾ ഇതിനായി എത്തിച്ചേരുന്നതാണ്. ഇന്നേക്ക് 60 വർഷങ്ങൾക്ക് മുമ്പ് വളരെ പ്രയാസമുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾക്ക് കാദിയാനിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. എന്തായാലും പറയുന്നു, എപ്പോഴെങ്കിലും അമേരിക്കയിൽ നമ്മുടെ ഇമാരത്തിൽ ധനികരുണ്ടാകുകയും പോക്കുവരവിനുള്ള ചെലവുകൾ അവർ വഹിക്കുകയും ചെയ്താൽ, ഹജ്ജിനെ കൂടാതെ അവർക്ക് ജീവിതത്തിൽ 1-2 തവണ കാദിയാനിലെ ജലസക്ക് വരേണ്ടതും നിർബന്ധമായി തീരുന്നതാണ്. ആക്ഷേപം ഉണ്ടാകാറുണ്ട്, നൗസുബില്ല, അഹമ്മദികൾ ഹജ്ജിന് പോകാറില്ല, പകരം കാദിയാനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഹജ്ജിനെ കൂടാതെ എന്ന് പറഞ്ഞത്. ഹജ്ജിനും പോകുക, കഴിയുന്നവർ പോകുക, അതുകൂടാതെ കാദിയാനിലും പോകാൻ ശ്രമിക്കുക. എന്തെന്നാൽ കാദിയാനിൽ വൈജ്ഞാനികമായ വർധനവുണ്ടാകുന്നു. മർക്കസിലെ അനുഗ്രഹങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് പങ്കു ലഭിക്കുന്നു. അവിടെ ഖിലാഫത്ത് ഇല്ല എങ്കിലും ആത്മീയമായ ഒരു അവസ്ഥ അവിടെയുണ്ട്. അവിടെ പോയാൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നത് ഒരു നാൾ വരും, വിദൂര രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരും. ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ഒരു ദിവ്യ സ്വപ്നമുണ്ട്. അദ്ദേഹം വായുവിൽ നീന്തുന്നതായി കണ്ടു. അദ്ദേഹം പറയുന്നു, ഈസ വെള്ളത്തിനുമേൽ നടക്കുമായിരുന്നു, എങ്കിൽ ഞാൻ വായുവിൽ നീന്തുകയാണ്. എന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹം അദ്ദേഹത്തെക്കാൾ അധികം എനിക്കുണ്ട്. ഇത് അദ്ദേഹം സ്വപ്നം കണ്ടതാണ്.
ഈ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കരുതുന്നത് ഒരു കാലം വരും, ഏതുപോലെ മുമ്പ് കാദിയാനിലെ ജലസക്ക് കുതിരവണ്ടിയുടെ അടയാളം വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നുവോ, മോട്ടോർ വാഹനങ്ങൾ റോഡിൽ കുഴിയുണ്ടാക്കിയിരുന്നുവോ, ഇപ്പോൾ റെയിൽ പാളം യാത്രികരെ കാദിയാനിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നുവോ, അതുപോലെ തന്നെ ഒരു കാലത്ത് ജലസയുടെ ദിവസങ്ങളിൽ ചെറിയ ഇടവേളകളിൽ ഇപ്പോൾ ഇന്ന രാജ്യത്തു നിന്നും വിമാനം വന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ലഭിക്കും. ഇക്കാര്യങ്ങൾ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വിചിത്രമാണെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വിചിത്രമല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ കാഴ്ചകൾ നാം ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിന്റെ 10-25 രാജ്യങ്ങളിൽ നിന്നും വിമാനമാർഗത്തിൽ കാദിയാനിൽ ജലസക്ക് പോയിട്ടുണ്ട്. ചില രാജ്യങ്ങളിലെ പ്രാദേശിക ജനങ്ങൾ അവിടെ എപ്പോഴെങ്കിലും എത്തിച്ചേരുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ വഴി കാദിയാനിലെ ജലസയിൽ ആളുകൾ പങ്കെടുക്കുന്ന സമയവും വിദൂരമല്ല. അദ്ദേഹം പറയുന്നു, അള്ളാഹു അവന്റെ ദീനിനു വേണ്ടി മക്കൾക്കും മദീനക്കും ശേഷം കാദിയാനെ കേന്ദ്രമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മക്കയും മദീനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട 2 പുണ്യസ്ഥലങ്ങളാണ്. അദ്ദേഹം ഇസ്ലാമിന്റെ പ്രാരംഭകനും ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ യജമാനനും ഉസ്താദുമാണ്. അതിനാൽ ഈ 2 സ്ഥലങ്ങൾക്കും കാദിയാനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ മക്കയും മദീനയും കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്തെയാണോ അള്ളാഹു താല ലോകത്തിന് മാർഗദർശനത്തിന്റെ കേന്ദ്രമാക്കിയിട്ടുള്ളത്, അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിബിംബം, അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റേതാണ്. ഇപ്പോഴുള്ള ദീനി പ്രചരണത്തിന്റെ ഏക കേന്ദ്രമാണത്. ഞാൻ വിഷമത്തോട് പറയുകയാണ്, ഇന്നത്തെ മക്കയും മദീനയും ഒരു കാലത്ത് അനുഗ്രഹീത സ്ഥലമാവുകയും തബ്ലീഗ് കേന്ദ്രമാവുകയും ചെയ്തിരുന്നെങ്കിലും കൂടി ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഈ കടമയെ മറന്നിരിക്കുകയാണ്. എന്നാൽ ഈ അവസ്ഥ എപ്പോഴും നിലനിൽക്കില്ല. ഇൻഷാ അല്ലാഹ് എനിക്കുറപ്പാണ്, അള്ളാഹു താല ഈ ഭാഗങ്ങളിൽ, അതായത് അറബ് രാജ്യങ്ങളിൽ അഹമ്മദിയത്തിനെ സ്ഥാപിക്കുകയാണെങ്കിൽ പുണ്യസ്ഥലങ്ങളായ മക്കയും മദീനയും അവയുടെ യഥാർത്ഥ പ്രതാപത്തിലേക്ക് മടങ്ങുന്നതാണ്. ഒരു ഉപദേശമാണ്, വളരെ ചിന്താർഹമായതാണ്. ജലസയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി ഉള്ള ഉപദേശമാണിത്. ഇത് കാദിയാനിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിലുള്ളവരും കേൾക്കുന്നുണ്ട്. അള്ളാഹുവിനോട് നന്ദി പറഞ്ഞ ശേഷം എല്ലാ സ്നേഹിതരോടുമായി ഞാൻ ഉപദേശിക്കുകയാണ്, എല്ലാ സന്തോഷം നൽകുന്ന കാര്യങ്ങളും പ്രയാസത്തിനും കാരണമാകുന്നതാണ്. പൂവുള്ളിടത്ത് മുള്ളുമുണ്ടാകും. അപ്രകാരം തന്നെ പുരോഗതിയുടെ കൂടെ അസൂയയും വെറുപ്പും ഉണ്ടാകും. വിജയത്തിന്റെ കൂടെ അധപതനവും ഉണ്ടാകും. ചുരുക്കത്തിൽ നല്ലതും ശ്രേഷ്ഠവുമായ എല്ലാ കാര്യങ്ങളും നേടുന്ന വഴിയിൽ ചില എതിർ ശക്തികളും ഉണ്ടാകും. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ ഏതുവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നില്ലയോ ഒരാളും വിജയത്തിന് അർഹനാകുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ജമാത്തുകൾക്കും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. അവർക്ക് ചിലപ്പോൾ വരുന്ന പരീക്ഷണങ്ങളിൽ ദുർബലരും അപക്വവിശ്വാസികളും മുർത്തതായി മാറുന്നു. ചിലപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു. എന്നാൽ ചില ദുർബല വിശ്വാസികൾ അതു കാരണവും വഴിതെറ്റുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാദിയാനിൽ ഒരിക്കൽ പിഷാവറിൽ നിന്നും ഒരു അതിഥി വന്നു. അക്കാലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം മഗ്രിബ് നമസ്കാര ശേഷം പള്ളിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിഥികൾ അദ്ദേഹത്തോട് കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ നബിമാരോട് അനുയായികൾക്ക് പ്രത്യേക സ്നേഹവും കൂറുമുണ്ടാകും. അവർക്ക് നബിയെ കണ്ടാൽ പിന്നെ മറ്റൊന്നും കാണുകയില്ല, വേറെയൊന്നും അവർ വകവെക്കുകയില്ല. നമ്മുടെ മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിന്റെ ഒരു നിവേദനമുണ്ട്. ജലസ ദിവസങ്ങളിൽ ഒരിക്കൽ ഹുസൂർ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് പേർ തടിച്ചുകൂടി. ആൾക്കൂട്ടമുണ്ടായി. ഈ തിരക്കിൽ ഒരാൾ ഹുസൂറിന് ഹസ്തദാനം ചെയ്തു. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തന്റെ സ്നേഹിതനോട് ചോദിച്ചു, നീ കൈകൊടുത്തോ? ഇത് തുടക്കത്തിലും ഞാൻ പറഞ്ഞിരുന്നു. ഇത്രയും തിരക്കിൽ എവിടെ സ്ഥലം കിട്ടാനാണ് എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പറ്റുന്നതുപോലെ ഹസ്തദാനം ചെയ്യുക, അതിനുവേണ്ടി ശരീരത്തിലെ എല്ലുകൾ വേറിട്ടാലും ശരി. ഇത്തരം അവസരങ്ങൾ എപ്പോഴും കിട്ടാറില്ല. അങ്ങനെ അയാൾ പോയി കൈകൊടുത്തു വന്നു. ചുരുക്കത്തിൽ നബിയെ കാണുമ്പോൾ മനുഷ്യരിൽ ഒരു പ്രത്യേക ആവേശം അലതല്ലുന്നതാണ്.
ആ ആവേശം എത്ര വ്യാപിക്കുമെന്നാൽ നബിയെ സേവിക്കുന്നവരെ കണ്ടാലും അത് അലയടിക്കും. പറയുന്നു, ഹസ്രത്ത് മസീഹ് ഇസ്ലാം നമസ്കാരത്തിനായി ഇരിക്കുമ്പോൾ ആളുകൾ അടുത്തിരിക്കാൻ വേണ്ടി ഓടുമായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഏറ്റവും അടുത്തിരിക്കണമെന്നാണ്. ഒരു വ്യക്തിക്ക് പരീക്ഷണം വന്നു ചേർന്നു. അതുകൊണ്ട് അയാൾക്ക് ചിന്ത വന്നില്ല, ഞാൻ ആരുടെ സദസ്സിലാണ് വന്നിട്ടുള്ളത് എന്ന് അയാൾ ചിന്തിച്ചില്ല. പിഷാവറിൽ നിന്നും വന്ന ആ സ്നേഹിതൻ സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങി. നമസ്കാരം വളരെ നീണ്ടുപോയി. ആദ്യം കുറച്ചു സമയം ആളുകൾ അയാളെ കാത്തുനിന്നുവെങ്കിലും കാത്തിരുന്നവരെ പിറകിലാക്കിക്കൊണ്ട് മറ്റുള്ളവർ അടുത്തുപോയി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരും വേഗം മുന്നോട്ട് പോയി ഹസ്രത്ത് സാഹിബിന്റെ അടുത്തു പോയിരുന്നു. എന്നാൽ അവർ അതിവേഗം പോയതിനാൽ സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ ദേഹത്ത് ആരുടെ കൈമുട്ടി. അപ്പോൾ അയാൾ വളരെ ദേഷ്യത്തോട് പറഞ്ഞു, നല്ല നബിയും മസീമോദുമാണ്, ഇവരുടെ ആളുകൾ നമസ്കരിക്കുന്നവരെ പോലും തള്ളുന്നു. ഇത്രയും ചെറിയ കാര്യത്തിന് അയാൾ മുർത്തദായി തിരികെ പോയി. ഈമാന്റെ പുരോഗതിക്കു കാരണമാകേണ്ട കാര്യം അയാൾക്ക് വഴികേടിന് കാരണമായി. അതിനെ ഒരു ജമാഅത്തിനെ കൊണ്ട് ഉദാഹരിക്കാം. വെളിച്ചം വന്നാൽ അവയുടെ പ്രകാശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണവർ. ഹസ്രത്ത് മുസ്ലിം പറയുന്നു, കാദ്യാനിൽ ജലസക്ക് വരുന്നവരോട് ഞാൻ ഉപദേശിക്കുകയാണ്, അതിഥികളുടെ ആധിക്യം കൊണ്ടും പ്രവർത്തകരുടെ കുറവ് കാരണവും നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടായാൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ വഴികേടിലാകരുത്. ഈ ഉപദേശത്തെ എപ്പോഴും ഓർക്കണം. ജലസ നടക്കുന്നത് ഇവിടെയോ വേറെ വല്ലിടത്തോ ആയാലും ശരി. എന്തായാലും അതിഥി സൽക്കാരം നടത്തുന്നവർ എല്ലാവിധത്തിലും ശ്രമിക്കാറുള്ളത് പൂർണ്ണമായ ആതിഥ്യ മര്യാദ കാട്ടാനാണ്. എങ്കിലും കുറവുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് കാദ്യാനിൽ വരുന്നവരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജലസക്ക് പോകുന്നവരോ ഓർക്കുക, സംഘാടകരുടെ ഭാഗത്തു നിന്നും വല്ല ബുദ്ധിമുട്ടുമുണ്ടായാൽ കുറച്ചൊക്കെ സഹിക്കുക. അതിനെ തങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ കാരണമാക്കരുത്. അല്ലാഹു താല കാദ്യാനിലെ ജലസക്കും മറ്റു ജലസകൾക്കും തന്റെ അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ കടന്നുപോകുകയും അവസാനിക്കുകയും ചെയ്യട്ടെ. എല്ലാ ജലസകളും അള്ളാഹുവിന്റെ അനുഗ്രഹാശിസുകൾ ഒരുമിച്ച് കൂട്ടുന്നതാകട്ടെ. പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹസ്രത്ത് മസീഹ് ഇസ്ലാമിന്റെ ദുആ ലഭിക്കട്ടെ. ഈ ദിനങ്ങളിൽ സ്വന്തമായും ഒരുപാട് ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ മുമ്പ് റഷ്യയുടെ ഭാഗമായിരുന്ന കിർഗിസ്ഥാനിൽ നമ്മുടെ ഒരു അഹമ്മദിയെ ഷഹീദാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ജലീലൂസ് യൂനുസ് എന്നായിരുന്നു. ഡിസംബർ 22 8:50 കിർഗിസ്ഥാനിലുള്ള പടിഞ്ഞാറുള്ള ഗ്രാമമായ കാഷ്ഗിർ കിസ്താക്കിൽ 2 പേർ ഇദ്ദേഹത്തെ ഫയറിംഗ് ചെയ്ത് ഷഹീദാക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം തന്റെ വീട്ടിന് പുറത്ത് ഒരു അയൽവാസിയോടൊപ്പം നിൽക്കുകയായിരുന്നു. 2 ആളുകൾ കാറിൽ വന്നു യൂനുസ് സാഹിബിന് മേൽ വെടിയുതിർക്കാൻ തുടങ്ങി. 12 വെടിയുണ്ടകൾ ഉതിർത്തതിൽ 7 എണ്ണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു. 2 എണ്ണം ശരീരത്തിലും കയറി. അക്രമികൾ യൂനുസ് സാഹിബിന്റെ കൂടെ നിന്നിരുന്ന അയൽവാസിയെ വെടിവെച്ചില്ല. യൂനുസ് സാഹിബിനെ മാത്രമായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. അതിനുശേഷം അവർ പോയി കളഞ്ഞു. അദ്ദേഹത്തിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് വഫാത്താവുകയുണ്ടായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ പിതാവും സഹോദരനും അനഹ്മദികളാണ്. ഇവരുടെ കുടുംബക്കാർ പരിചയത്തിലുള്ള ഒരു മൗലവിയെ കൊണ്ട് ജനാസ നമസ്കരിപ്പിച്ചു. ആ സമയത്ത് അഹമ്മദികൾക്ക് എത്തിച്ചേരാൻ പറ്റിയിരുന്നില്ല. മൗലവിയും മാന്യനായ വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ മരണം അത്യധികം ക്രൂരമായാണ് നടന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവരും അള്ളാഹുവിന്റെ ദാസരാണ്. ഇപ്രകാരം ആരെയെങ്കിലും വധിക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. പിന്നീട് അഹമ്മദികൾ എത്തിയപ്പോൾ ജനാസ കായം നമസ്കാരം പരേതന്റെ വീട്ടിൽ വെച്ച് നടത്തി. അദ്ദേഹം അഹമ്മദി ആയതുകൊണ്ട് മൗലവിമാർ ബഹളം വെക്കും എന്നും ഭയമുണ്ടായിരുന്നു. കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. ഖബർസ്ഥാനിൽ മറവാടാൻ സമ്മതിക്കില്ല എന്ന് കരുതി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമാധാനപൂർണമായി ഖബറടക്കം നടന്നു. അവിടെയുള്ള ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് പോലീസ് വന്നു. കുറച്ച് അഹമ്മദികളെ അവർ ഓഫീസിലേക്ക് കൊണ്ടുപോയി.
അവിടെ വെച്ച് അവരിൽ നിന്നും മൊഴിയെടുത്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ കുറിച്ചും അവരോട് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ അവർ വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് വേറെന്തൊക്കെയോ ആണ് കേട്ടിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താനായി കഴിയുന്നത് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് വാക്കും നൽകി. എന്നിട്ട് പോലീസിന്റെ ശ്രമഫലമായി 2 കൊലപാതകങ്ങളെയും കുറച്ചു സമയത്തിനു ശേഷം പിടികൂടുകയും ചെയ്തു. അവരുടെയും ബന്ധം സിറിയയുമായാണ്. ഇവർ പറഞ്ഞതായി നമുക്കറിയാൻ സാധിച്ചു. നമ്മുടെ ഒരാൾ അങ്ങോട്ട് പോയിരുന്നു. അയാൾ തിരിച്ചു വന്നപ്പോൾ അറിയാൻ സാധിച്ചതാണ്. സിറിയയിലെ 4 അഹമ്മദികളെ കൊല്ലാൻ നിർദ്ദേശമുണ്ടായിരുന്നു. ആദ്യം ഒരു അഹമ്മദിക്കുമേൽ ആക്രമണം നടന്നിരുന്നു. കത്തി കൊണ്ട് കുത്തുകയും ചങ്ങലകൾ കൊണ്ട് അടിക്കുകയും അങ്ങനെ എല്ലുകൾ പൊട്ടുകയും ചെയ്തു. പരിക്കുപറ്റി ഏകദേശം മരിച്ച അവസ്ഥയിൽ വിട്ടേച്ചു പോയതായിരുന്നു. അള്ളാഹു അനുഗ്രഹിച്ചു. 2-3 മാസം മുമ്പുള്ള സംഭവമാണ്, അല്ലെങ്കിൽ 6 മാസം മുമ്പുള്ളതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യം നൽകി, ഇപ്പോൾ ശരിയായി. എന്നാൽ ഇവിടെ ഷഹീദാക്കുന്നതിൽ അവർ വിജയിച്ചു. അള്ളാഹു പരേതന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. എന്തായാലും പോലീസ് ബാക്കിയുള്ളവരെയും പിടികൂടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും അവരുടെ ചെയ്തികൾക്കുള്ള പ്രതിഫലം ലഭിക്കട്ടെ. പ്രാദേശിക അഹമ്മദികളുടെ പ്രതികരണം അവർ എഴുതി അറിയിച്ചിട്ടുണ്ട്. യൂനുസ് സാഹിബിന്റെ ക്രൂരമായ വധത്തിൽ കാശ്ഗർ ജമാഅത്തിലെ ആളുകൾ വ്യസനിക്കുന്നു എന്ന് എഴുതി. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും പേടിയില്ല. ഞങ്ങൾ ഈ ഷഹാദത്തിന് ശേഷവും അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവചന പ്രകാരം വന്ന മസീഹ് മൗദ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലി ഇസ്ലാമിന്റെ സന്ദേശത്തെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവർ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ശക്തരായ വിശ്വാസികളാണ്. അബ്ദുൽ ജലീലുസ യൂനുസ് സാഹിബ് 1978 ജനിച്ചത്. 2008 ഇദ്ദേഹം ബൈഅത്ത് ചെയ്തത്. ഇവിടെയുള്ള ആദ്യ അഹമ്മദികളിൽ പെടുന്ന ആളാണ് ഇദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽ നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം ബൈഅത്തിൽ ഉറച്ചു നിന്നു. പറയുന്നു, ബൈഅത്തിന് ശേഷം അസാധാരണമായ ആത്മീയ പരിവർത്തനമാണ് ഇദ്ദേഹത്തിൽ ഉണ്ടായത്. എപ്പോഴും ദീനീബോധമുള്ളവരെ ഇദ്ദേഹം തേടി നടക്കുമായിരുന്നു. മുബല്ലിഗുമാരുമായും എപ്പോഴും ബന്ധം വെക്കുമായിരുന്നു. ദീനിന്റെ പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ വളരെ സന്തോഷിക്കുമായിരുന്നു. 5 നേരം നമസ്കാരം ബാജമാത്തായി അനുഷ്ഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. ഷഹാദത്തിന്റെ സമയത്ത് ജമാഅത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ജമാഅത്തിലെ സജീവ മെമ്പറായിരുന്നു. ഇദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബത്തിൽ ഭാര്യ, 3 പെൺകുട്ടികൾ എന്നിവരാണ് ഉള്ളത്. ഒരു മകനുമുണ്ട്. മൂത്ത മകൾക്ക് 9 വയസ്സും 2ാമത്തെ മകൾക്ക് 6 വയസ്സും 3ാമത്തെ മകൾക്ക് 3 വയസ്സും ഏറ്റവും ഇളയത് 3 മാസം പ്രായമുള്ള ആൺകുട്ടിയുമാണ്. അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മൗലവി സാഹിബ് എഴുതുന്നു, യൂനുസ് സാഹിബിന്റെ കുടുംബത്തിൽ അദ്ദേഹം ഏക അഹമ്മദിയായിരുന്നു. പിന്നീട് ഭാര്യയും ബൈഅത്ത് ചെയ്തു. വലിയ ത്യാഗ മനോഭാവമുള്ള അഹമ്മദിയായിരുന്നു. മസീഹ് മൗദിനോടും ഖിലാഫത്തിനോടും വലിയ സ്നേഹബന്ധമുണ്ടായിരുന്നു. എപ്പോഴും ചിരിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ സൽസ്വഭാവിയുമായിരുന്നു. ദീന് പഠിക്കാനും വളരെ ഇഷ്ടമായിരുന്നു. നമസ്കാരത്തിൽ വിനയവും നമ്രതയും ഉണ്ടായിരുന്നു. കിർഗിസ്ഥാൻ ജമാഅത്തിന്റെ പുരോഗതിക്കായി എപ്പോഴും ചിന്തിച്ചിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ദുആയും ചെയ്തിരുന്നു. ജമാഅത്തിലെ ഭാരവാഹികളോടും മുബല്ലിഗുമാരോടും വലിയ ആദരവ് കാട്ടിയിരുന്നു. ചിലപ്പോൾ ചില കാര്യങ്ങളാൽ മുബല്ലിഗുമാർക്ക് രാജ്യം വിടേണ്ടി വരുമ്പോൾ ഇദ്ദേഹം വളരെ വിഷമിച്ചിരുന്നു. റഷ്യയുടെ ഭാഗമായിരുന്ന കിർഗിസ്ഥാനിൽ ഇസ്ലാം അഹമ്മദിയത്തിനു വേണ്ടിയുള്ള ആദ്യ ഷഹീദാണ് ഇദ്ദേഹം. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തിക്കൊണ്ട് പോകട്ടെ. ഇദ്ദേഹത്തിന്റെ ചോരയുടെ തുള്ളികൾ ആയിരക്കണക്കിന് നല്ലവരായ ആളുകളെ ജമാഅത്തിൽ ചേർക്കാൻ കാരണം ആയിത്തീരട്ടെ. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ മക്കളുടെ സംരക്ഷകനായിരിക്കട്ടെ. ഈമാനിൽ വിശ്വാസത്തിലും പുരോഗതി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാര ശേഷം ഇദ്ദേഹത്തിന്റെ നമാസ് ജനാസ ഗായിബ് നിർവഹിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. الحمد لله نحمده ونستعينه ونستغفره
ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر